ചുറ്റുമുള്ളവർ അവർ പോലും അറിയാതെ വലിയൊരു സൈബർ മാഫിയയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്താണ് ബിഗ് ബോസ് താരമായ ബ്ലെസ്സി ഉൾപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത്. പിന്നാലെയാണ് ഓപ്പറേഷൻ സൈഹൺ എന്ന കേരള പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവന്നത്. ഓപ്പറേഷൻ സൈഹൺ എന്ന പേരിൽ കേരള പോലീസിന്റെ നേതൃത്വത്തിലുള്ള രഹസ്യാന്വേഷണം കുറച്ചു മാസങ്ങളായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലൂടെ നടക്കുന്ന തട്ടിപ്പ്, അങ്ങനെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അന്വേഷണത്തിൽ തെളിഞ്ഞത് കേവലം ഒരു പണമിടപാടല്ല, മറിച്ച് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് വിദേശത്തേക്ക് കോടികൾ കടത്തുന്ന വൻ ഹവാല ഇടപാടാണ്. ഓൺലൈൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഡ്വർടൈസിംഗ്, ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ പണം തട്ടിയെടുക്കുന്നു. ഈ പണം തട്ടിയെടുക്കാനാണ് മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ എന്നിവരെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളുടെ അക്കൗണ്ടുകൾ അടക്കം ഇത്തരം തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ അറിയുന്ന ഒരാളായിരിക്കും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അക്കൗണ്ടിൽ കുറച്ച് തുക വരും, അതിൽ കുറച്ച് തുക നിങ്ങളെടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്ന രീതിയിൽ സമീപിക്കും. കൈ നനയാതെ മീൻ പിടിക്കാം, അതുപോലെ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ പണം സമ്പാദിക്കാം എന്ന ആഗ്രഹത്തിൽ അവർ പോലും അറിയാതെ അവർ ഈ തട്ടിപ്പിന്റെ കണ്ണിയായിട്ട് മാറുകയാണ്. സ്വന്തം അക്കൗണ്ടുകൾ വിട്ടുകൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത്തരം അക്കൗണ്ടുകളെയാണ് മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ കൊച്ചി യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ ഹവാല ഇടപാട് നടക്കുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഞാൻ അറിഞ്ഞില്ല എന്ന വാദം നിയമത്തിന് മുമ്പിൽ നിലനിൽക്കില്ല. പിടിക്കപ്പെട്ടാൽ നിയമ നടപടികളും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. കഠിന തടവ്, ബാങ്കുകളും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളും കരിമ്പട്ടികയിൽപ്പെടുത്തും. പിന്നീട് വായ്പകളോ ബാങ്ക് അക്കൗണ്ടോ ലഭിക്കില്ല. കൂടാതെ സ്ഥിരം കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെടാം. ഇത് വിദേശയാത്രയെയും ജോലിയെയും ബാധിക്കും. 380-ലധികം കേസുകളാണ് കേരള പോലീസ് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തത്. 260-ലധികം പേർ അറസ്റ്റിലായി. 300 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പ്രാഥമിക കണക്ക്. അപ്പോൾ മനസ്സിലായില്ലേ, ഇതൊരു ചെറിയ തട്ടിപ്പല്ലെന്ന്. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക.